എക്സാമിന് ഒരു മാസം മുമ്പ് വന്ന് ഡയറ്റിനെ കുറിച്ച് എന്തിനാ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. അതിന്റെ കാരണം കഴിഞ്ഞ വർഷം ഡയറ്റ് അൺഹെൽത്തി ആണെങ്കിൽ അത് നമ്മുടെ ലൈഫിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുള്ളത് എനിക്ക് പേഴ്സണലായിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ലോ എനർജി ലെവലായിരുന്നു. അത് പക്ഷേ എനിക്ക് ഈ വർഷം കറക്റ്റ് ചെയ്തെടുക്കാനും പറ്റി. അപ്പം എന്തുകൊണ്ടായിരുന്നു ആ ക്ഷീണം ഉണ്ടായത്, അതുപോലെ അത് എങ്ങനെയാണ് ഞാൻ സോൾവ് ചെയ്തത്, അതാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളും ഒരുപാട് പേര് കമന്റ് സെക്ഷനിൽ പറയുന്ന പ്രശ്നങ്ങൾ ഒന്ന് ഈ ക്ഷീണവും, അതേപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്നു. അപ്പം ഇതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഡയറ്റുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡായിട്ട് ബന്ധം ഉണ്ടാവും. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളിൽ കുറച്ച് പേർക്ക് നിങ്ങളുടെ ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ സഹായിക്കും. ആദ്യമേ കുറച്ച് കോണ്ടെക്സ്റ്റ് തരാം. ഞാൻ മെഡിക്കൽ കോളേജിലായിരിക്കുന്ന സമയത്താണ് എനിക്ക് സ്ട്രെസ് ഈറ്റിംഗ് എന്നൊരു ഹാബിറ്റ് എൻ്റെ കൂടെ കൂടിയത്. ഫൈനൽ ഇയർ എക്സാം എന്ന് പറയുന്നത് നീറ്റ് എക്സാമിനെക്കാട്ടും കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒരു 10 ഇരട്ടി കൂടുതൽ പഠിക്കാനുണ്ട് ആ ഫൈനൽ എക്സാമിനൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് എക്സാമിന് മുമ്പായിട്ടുള്ള ഒരു 1-2 മാസം നമുക്ക് കോളേജിൽ പ്രത്യേകിച്ച് അങ്ങനെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ബ്രെയിനിന് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഡോപ്പമിൻ കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മധുരമുള്ള കുറച്ച് സ്നാക്സ് ഒക്കെ ഇടയ്ക്ക് കഴിക്കുക എന്നുള്ള, എസ്പെഷ്യലി ബിസ്ക്കറ്റ് ഒക്കെ. എന്നാലും ആ സമയത്ത് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, കുറച്ച് തടി വെച്ചതല്ലാതെ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ ആ ഒരു സമയം തൊട്ട് തുടങ്ങിയതാണ് എനിക്ക് ഫുഡുമായിട്ടുള്ള ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പ്. ഇത് പ്രശ്നമായത് കഴിഞ്ഞ വർഷമാണ്. എൻ്റെ വൈഫും ഡോക്ടറാണ്. അവർക്ക് 2022 ഗൈനക്കോളജിയിൽ PG കിട്ടുന്നത്. അപ്പം കഴിഞ്ഞ വർഷം അവളുടെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ളൊരു ഫ്ലാറ്റിലായിട്ടാണ് ഞങ്ങൾ താമസിച്ചത്. ആ ഒരു സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കിട്ടണമെങ്കിൽ അത് ഞാൻ സ്വന്തം ഉണ്ടാക്കണം. ഈ ഗൈനക്കോളജിയിൽ PG എന്ന് പറയുന്നത് നല്ല ഡിഫിക്കൽട്ടാണ്. അവർക്ക് ഉറങ്ങാൻ പോലും ശരിക്കും സമയം കിട്ടുന്നില്ലായിരുന്നു. അപ്പം എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ അത് ഞാൻ ചെയ്യണം. എനിക്കാണെങ്കിൽ ഒരു 1-2 സാധനം ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് തന്നെ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മടുക്കും. അതുകൊണ്ട് തന്നെ ഈ സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യും. എസ്പെഷ്യലി ഇതേ സമയം ലാസ്റ്റ് ഇയർ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. അപ്പം എനിക്ക് ഫ്രീ കിട്ടുന്ന സമയമൊക്കെ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ വിശക്കുമ്പോൾ നേരെ സ്വിഗ്ഗി ചെയ്യും. അപ്പം ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ നോക്കിയല്ല ഓർഡർ ചെയ്യുന്നത്. അപ്പം കഴിക്കാൻ എന്താണോ തോന്നുന്നത് അതങ്ങ് കഴിക്കും. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ചൊന്നും ഒരുപാട് അപ്പം ആലോചിക്കുന്നില്ലായിരുന്നു. ഇങ്ങനെ ഒരു മാസമൊക്കെ പോയപ്പോഴേക്കും അതിൻ്റെ എഫക്റ്റുകൾ ശരിക്കും ഫീൽ ചെയ്ത് തുടങ്ങി. ഒന്നാമത് വെയിറ്റ് നല്ലോണം കൂടി. പക്ഷെ അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ഒരു എനർജി ലെവലും മോട്ടിവേഷനൊക്കെ ആകെ കുറഞ്ഞ പോലെ തോന്നി. കഴിഞ്ഞ വർഷം പെട്ടെന്ന് ഈ ചാനൽ നിന്ന് പോയതിന് ഒരു കാരണം ഇതാണ്. കാരണം നിങ്ങളോട് ഞാൻ ഇങ്ങനെ വലിയ അഡ്വൈസുകളൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും ഞാൻ സ്വന്തമായിട്ട് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു ഹിപ്പോക്രസി കാരണം എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നിയില്ല. പക്ഷേ യൂഷ്വലി ഇങ്ങനെ കുറച്ച് തടിയൊക്കെ കൂടിയാലും ഒരു 2 മാസം എക്സർസൈസ് ചെയ്തത് നോർമൽ ആകാറുണ്ട്. അപ്പം അതുപോലെ അത് ചെയ്ത് ഫിക്സ് ചെയ്തിട്ട് ബാക്കി ഈ ചാനലൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ലാസ്റ്റ് ഇയർ ഈ എക്സർസൈസ് ചെയ്യാനുള്ള ഒരു എനർജിയോ മോട്ടിവേഷൻ പോലും തോന്നുന്നില്ലായിരുന്നു. അങ്ങനെ കുറേ കാലം ആ ഒരു അവസ്ഥയിൽ സ്റ്റക്കായി പോയി. ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു, എന്നാലും ഒരു സിക്ക് ഫീലിംഗ് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം അവസാനമായപ്പോഴേക്കും മനസ്സിലായി ഈ പോക്ക് പോയാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോന്നു. വൈഫ് അവിടെ ഹോസ്റ്റലിലോട്ടും മാറി. എന്നിട്ട് ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഈ ഹെൽത്തി ഫുഡ് കിട്ടുക എന്നുള്ള പ്രശ്നം ഓട്ടോമാറ്റിക്കലി സോൾവ് ആയി. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളോട് പറയാറുള്ള പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം നടക്കാനൊക്കെ പോകാൻ തുടങ്ങി, ചെറുതായിട്ട് എക്സർസൈസ് ചെയ്യാൻ തുടങ്ങി. പുറത്തുനിന്നുള്ള പാക്കറ്റ് ഫുഡുകളൊക്കെ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നത് കൂട്ടി. അങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചുകളൊക്കെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ആ സമയത്ത് ഞാനൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും പോയി. ഇനിയുള്ള ഒരു മാസം ഞാൻ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ടുവരുമ്പം അത് ഫിസിയോളജിക്കലി എന്തൊക്കെ ചേഞ്ചാണ് എൻ്റെ ബോഡിയിൽ കൊണ്ടുവരുന്നതെന്നൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയി. അപ്പോൾ ആ റിസൾട്ടിൽ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ കൊളസ്ട്രോൾ ഒക്കെ ഒരുപാട് കൂടുതലായിരുന്നു. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ലിവർ എൻസൈംസും ഒരുപാട് എലിവേറ്റഡ് ആയിരുന്നു. ഇതും ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു, പക്ഷേ ഇത്രയ്ക്ക് കൂടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എസ്പെഷ്യലി അതിലെ ഒരു എൻസൈം നോർമൽ റേഞ്ചിൻ്റെ ഡബിളിനെക്കാട്ടും കൂടുതലായിട്ടായിരുന്നു കാണുന്നത്. അപ്പം ഈ ഒരു ലാബ് ഫൈൻഡിങ്ങും പ്ലസ് എൻ്റെ സിംറ്റം, അതായത് ക്ഷീണവും വെച്ച് നോക്കുമ്പം ഒരു ഡയഗ്നോസിസിലോട്ട് എത്തി. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. അതിന് 4 ഗ്രേഡ് ഉണ്ട്. അതിലെ 2nd ഗ്രേഡിൻ്റെ സ്റ്റാർട്ടിംഗ് ഫേസിൽ ഇങ്ങനെ എത്തി നിൽക്കുകയായിരുന്നു. നമ്മൾ തിയേറ്ററിലൊക്കെ പോകുമ്പം ഈ ആൽക്കഹോൾ ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് എഴുതി കാണിക്കാനുള്ള കാരണം ആൽക്കഹോൾ ഒരുപാടായാൽ നമുക്ക് ലിവർ സിറോസിസും ലിവർ ക്യാൻസർ ഒക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഞാൻ അതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോയായിരുന്നെങ്കിൽ ഈ സെയിം ലിവർ സിറോസിസിലോട്ട് തന്നെ എത്തിയേനെ. കാരണം ഈ അസുഖത്തിന്റെ ഗ്രേഡ് 4 എന്ന് പറയുന്നത് സിറോസിസ് ആണ്. മറ്റു ഓർഗൻസിനെ പോലല്ല നമ്മുടെ ലിവറിന് സ്വന്തം ഹീൽ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് ഒരു പരിധി വരെ. എന്തോ ഒരു ഭാഗത്തിന് ലിവർ ഹീൽ ചെയ്യാൻ പറ്റുന്ന ആ സ്റ്റേജിൽ തന്നെ അത് കണ്ടുപിടിക്കാനും പറ്റി. എന്നിട്ട് ഈ കുഞ്ഞു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ടുവന്നതുകൊണ്ട് അത് കുറേ മാറ്റം ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഈ 1 മന്ത് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ആ വാല്യൂസ് ഒക്കെ ഓൾമോസ്റ്റ് ഹാഫായി.
എന്ന് വെച്ചാൽ ഈ ഒരു പോക്ക് പോയാൽ ഒരു 2 മാസം കൊണ്ട് മേ ബി എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്തെടുക്കാൻ പറ്റും. ഈ ബ്ലഡിലെ റിസൾട്ട് 1 മാസം കൊണ്ടുണ്ടായ ചേഞ്ചാണ്. പക്ഷേ ഈ ഡയറ്റിന്റെയും എക്സർസൈസിന്റെയും ഒക്കെ എഫക്റ്റ് എനിക്ക് ആദ്യത്തെ ആഴ്ച തൊട്ട് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങിയത്. ഇതെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും ഈ സെയിം അസുഖം ഉണ്ടാവുമോ എന്ന് പറയാൻ വേണ്ടിയല്ല. പക്ഷേ എന്നെ പോലെ കുറച്ച് അൺഹെൽത്തി ആയിട്ടാണ് നിങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ സെയിം ചേഞ്ചുകളൊക്കെ നിങ്ങൾക്കും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഏർലി ഫേസിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളിപ്പം. അങ്ങനെയാണെങ്കിലും അതിന്റെ സിംറ്റം എന്ന് പറയുന്നത് ഈ ക്ഷീണവും ഫറ്റീഗ് ആണ്. സോ ഡയറ്റിൽ ചെറിയ ചേഞ്ചുകളും വരുത്തി കുറച്ച് എക്സർസൈസും ചെയ്തപ്പോഴേക്കും തന്നെ എനിക്ക് 1 മാസം കൊണ്ട് ഇത്രയും വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റി. അതും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് അതിന്റെ ബെനിഫിറ്റ് നല്ല രീതിയിൽ ഫീൽ ചെയ്തു തുടങ്ങി. അപ്പം നിങ്ങളിലും പലരുടെയും ക്ഷീണം ഇതുപോലെ നമുക്ക് ഒരാഴ്ച കൊണ്ടൊക്കെ ഡയറ്റ് കൺട്രോൾ ചെയ്ത് മാത്രം നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പം ഇവിടെ നിങ്ങളുടെ പഠിത്തത്തെ എഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ വില്ലൻ ഷുഗറാണ്. ഷുഗർ എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്. പക്ഷെ നിങ്ങൾക്കറിയാം കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്നാൽ എല്ലാ ഷുഗറും ഒരുപോലല്ല. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോൾ ഒരു ഓറഞ്ച് കഴിച്ചെന്ന് വിചാരിക്കുക. അത് നിങ്ങളുടെ വയറ്റിൽ ചെന്നിട്ട് അവിടെ വെച്ച് ഷുഗർ അബ്സോർബ് ആവും. ഈ അബ്സോർബ് ആവുന്ന ഷുഗർ നമ്മുടെ ബ്ലഡിൽ എത്തിയിട്ട് ബ്ലഡിലെ ഷുഗർ ലെവലും കുറച്ച് റൈസ് ചെയ്യും. ഇങ്ങനെ ഷുഗർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ റിലീസ് ചെയ്യും, കൂടിയ ഷുഗറിനെ അബ്സോർബ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും വേണ്ടി. അവിടെയും ഈ ഷുഗർ എങ്ങനെയാണോ കൂടിയേ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും നമ്മുടെ ഇൻസുലിനും വരുന്നത്. ഈ ഒരു കേസിൽ നമ്മുടെ ഷുഗർ അബ്സോർപ്ഷൻ കുറച്ച് സ്ലോ ആയിട്ട് കുറച്ച് സമയം എടുത്തായിരിക്കും നടക്കുന്നത്. അതിന് കാരണം ഓറഞ്ചിൽ കൂടെ ഉണ്ടായിരുന്ന ഫൈബറാണ്. നമ്മൾ ഷുഗറും ഫൈബറും കോമ്പിനേഷൻ ആയിട്ട് കഴിക്കുമ്പം ആ ഷുഗറിന്റെ അബ്സോർപ്ഷനെ ഈ ഫൈബർ കുറച്ച് സ്ലോ ആക്കും. ഇത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഈ ഒരു കോമ്പിനേഷനിൽ ഫുഡ് കഴിക്കുമെന്നാണ് നമ്മുടെ ബോഡി എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള മെക്കാനിസംസേ നമ്മുടെ ബോഡിയിലുള്ളൂ. ഇതേ സമയം നിങ്ങളൊരു ഓറഞ്ചിന് വരെ നിങ്ങളൊരു ഓറഞ്ച് ജ്യൂസ്, അതായത് പാക്കറ്റിൽ കിട്ടുന്ന ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചു എന്ന് വിചാരിക്കും. അപ്പം ഇതും വയറ്റിൽ ചെല്ലുന്നു, എന്നിട്ട് ബ്ലഡിലോട്ട് അബ്സോർബ് ആവും. പക്ഷേ ഈ ബ്ലഡിലോട്ട് അബ്സോർബ് ആവുന്നതിന്റെ സ്പീഡ് വളരെ കൂടുതലായിരിക്കും. അപ്പം ബ്ലഡിലെ ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടും, ഒപ്പം ഇൻസുലിൻ്റെ ലെവലും പെട്ടെന്ന് കൂടും. ഇങ്ങനെ ബ്ലഡ് ഷുഗർ സ്പൈക്കും അതേപോലെ ഇൻസുലിൻ സ്പൈക്കും നമ്മുടെ സെല്ലുകൾക്ക് നല്ലതല്ല. അത് സെല്ലിനെ ഡാമേജ് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് കുറേ പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരുന്നാൽ പതുക്കെ നമ്മുടെ ഇൻസുലിൻ്റെ എഫക്റ്റ് കുറഞ്ഞു തുടങ്ങും, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായി തുടങ്ങും. ഇങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുമ്പോഴാണ് അത് ഡയബറ്റിസ് എന്ന അസുഖത്തിലോട്ട് മാറുന്നത്. ഈ ഡയബറ്റിസ് നമ്മൾ കൺട്രോൾ ചെയ്യാതെ പോവുകയാണെങ്കിൽ പതുക്കെ നമ്മുടെ കിഡ്നീനെ എഫക്ട് ചെയ്ത് തുടങ്ങും. ഇതിന് പാരലായിട്ട് നമ്മുടെ കൊളസ്ട്രോളും കൂടുന്നുണ്ടാവും. ഇങ്ങനെ കൊളസ്ട്രോളും കൂടി നമ്മുടെ കിഡ്നിക്കും കുറച്ച് ഡാമേജ് ഉള്ള സമയത്ത് നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, അതായത് ഹൈ BP. ഇങ്ങനെ ഹൈ BPയും ഹൈ കൊളസ്ട്രോളും കിഡ്നി ഡാമേജും എല്ലാം കൂടെ ആകുമ്പം അത് പതുക്കെ നമ്മുടെ ഹാർട്ടിനെ എഫക്ട് ചെയ്ത് തുടങ്ങും. ഒരു ദിവസം പെട്ടെന്ന് നമ്മുടെ ഹാർട്ട് നിൽക്കും, നമ്മൾ തട്ടിപ്പോകും. ഇതൊരു എക്സ്ട്രീം സിനാരിയോ ആണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം തുടക്കം നമ്മുടെ ആ ഷുഗർ സ്പൈക്ക് ആയിരുന്നു. ആൻഡ് അതുണ്ടാക്കിയത് ഈ പാക്കറ്റിലുള്ള ഷുഗർ, അതായത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗറാണ്. അപ്പോൾ പ്രോസസ്ഡ് ഷുഗർ അടങ്ങിയ ഫുഡുകൾ മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ നിങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പോൾ വിശക്കുമ്പോൾ ഒക്കെ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്ന ആളാണെങ്കിൽ കംപ്ലീറ്റ് നിർത്തണ്ട, നിങ്ങൾ അതിൻ്റെ അളവ് കുറച്ചാൽ മതി. എന്നാൽ തന്നെ മെച്ചം കിട്ടും. പറ്റുന്നവരൊക്കെ ഈ സ്നാക്സ് ആയിട്ട് ബിസ്ക്കറ്റ് ഒക്കെ മാറ്റിയിട്ട് ഫ്രൂട്ട്സ് കഴിച്ച് നോക്കുക. നിങ്ങളിൽ കുറച്ച് പേർക്കൊക്കെ ഈ ഉച്ചക്കത്തെ ഫുഡും രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും മധുരമുള്ളത് കഴിക്കാൻ തോന്നുമായിരിക്കും. എനിക്കും ആ ശീലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഷുഗർ ക്രേവിംഗ് വരുന്നത് ആക്ച്വലി ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങുന്നതിൻ്റെ ഒരു സൈനാണ്. അപ്പം ഞാൻ പണ്ട് ആ സമയത്ത് ഒരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ചെറിയ ചോക്ലേറ്റിൻ്റെ പീസൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിന് പകരമായിട്ട് ആ സമയത്ത് ഞാൻ ഡേറ്റ്സ് ആണ് കഴിക്കുന്നത്. അപ്പം നിങ്ങൾ മധുരം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ മാറ്റി വെച്ച് ഡേറ്റ്സ് ഒന്ന് ട്രൈ ചെയ്താൽ അത് ചിലപ്പോൾ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഡേറ്റ്സ് വില കൂടുതലാണെന്നറിയാം, പക്ഷേ അത് നമ്മൾ ഒരുപാടൊന്നും ഒരു ദിവസം കഴിക്കേണ്ട. ഞാൻ ഒരു നേരത്തെ ഫുഡ് കഴിഞ്ഞ് ഒരു ഡേറ്റ്സ് കഴിക്കുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഷുഗർ ക്രേവിംഗ് അങ്ങ് മാറി കിട്ടും. ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് അയൺ ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് പല മിനറൽസും അതിലുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾ പുറത്തുനിന്ന് പാക്കറ്റ് ഫുഡ് മേടിച്ച് കഴിക്കുന്നതിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. നമ്മളിപ്പോൾ തിയേറ്ററിലൊക്കെ പോകുമ്പം സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് എന്നും ആൽക്കഹോൾ ഈസ് ഇഞ്ചൂറിയസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കും. ഒരു 19 വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ കൂട്ടത്തിൽ പ്രോസസ്ഡ് ഷുഗറിനോ അല്ലെങ്കിൽ നമ്മൾ ഈ കഴിക്കുന്നതിലെ പല പ്രിസർവേറ്റീവ്സ് ഒക്കെ ഒരു ലിസ്റ്റായിട്ട് ചിലപ്പോൾ അതിൽ വരും. ഈ വലിയ വലിയ ഫുഡ് കോർപ്പറേഷൻസിൻ്റെ ഒക്കെ പരീക്ഷണാസ്തുക്കളാണ് ശരിക്കും നമ്മളൊക്കെ. എന്തുകൊണ്ടാണ് ഈ കമ്പനീസൊക്കെ ഈ പ്രോസസ്ഡ് ഷുഗർ ഉപയോഗിക്കുന്നത്? പ്രോസസ്ഡ് ഷുഗർ ആകുമ്പോൾ നമ്മൾ കണ്ട പോലെ പെട്ടെന്ന് ആ ഷുഗർ സ്പൈക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു എനർജിയും പെട്ടെന്നൊരു സന്തോഷവും ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടും. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ പക്ഷേ അതങ്ങ് ക്രാഷും ആകും. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് കഴിക്കാൻ തോന്നും. അങ്ങനെ അവരുടെ പ്രൊഡക്റ്റ് നമ്മൾ മാക്സിമം റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇനി തൊട്ട് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ വിശക്കുമ്പോൾ ഒക്കെ മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട്സോ നട്ട്സോ ഡേറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. ഇനി ഫ്രൂട്ട്സ് മേടിക്കുമ്പോഴും ഈ ആപ്പിളും ഗ്രേപ്സ് പോലുള്ള സാധനങ്ങളൊക്കെ നല്ലോണം വൃത്തിയാക്കിയിട്ടേ കഴിക്കാവുള്ളൂ. നിങ്ങൾ കുറച്ച് പേർക്ക് ഫ്രൂട്ട്സ് ഒന്നും അത്ര ഇഷ്ടമില്ലാത്തവർ കാണും. ഞാൻ അതുപോലെ ആയിരുന്നു. പക്ഷെ ഞാനും ഒരു 2 ആഴ്ചത്തേക്ക് വേറെ മധുരമൊന്നും കഴിക്കാതിരുന്നപ്പോഴേക്കും
എൻ്റെ ടേസ്റ്റ് ബഡ്സിൻ്റെ ഒക്കെ സെൻസിറ്റിവിറ്റി കൂട്ടിയിട്ട് ഇപ്പോൾ എനിക്ക് പല ഫ്രൂട്ട്സും ഇഷ്ടമായി. അതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും നല്ലോണം ഷുഗർ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ ഇതെല്ലാം കേട്ട് പേടിച്ച് ഒറ്റയടിക്ക് അത് നിർത്തരുത്. അങ്ങനെ ചെയ്താലും ചിലപ്പോൾ ചെറിയ വിഡ്രോവൽ സിംറ്റംസ് പോലെയൊക്കെ വരും. വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ 2 ദിവസത്തേക്ക് ചിലപ്പോൾ നിങ്ങളുടെ പഠിത്തത്തെ അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണ്ട. നിങ്ങൾ കഴിക്കുന്നതിൻ്റെ അളവ് നല്ലോണം കുറച്ചാൽ മതി. ബേസിക്കലി നിങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്ന എല്ലാ പാക്കറ്റ് ഫുഡും നിങ്ങളുടെ എനർജി ലെവലിനെ എഫക്റ്റ് ചെയ്യാമെന്നും അത് നിങ്ങളുടെ പഠിത്തത്തെ എഫക്റ്റ് ചെയ്യാമെന്നും അറിഞ്ഞിരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിശക്കാതിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്നത് മാക്സിമം പ്രോട്ടീൻ കണ്ടന്റ് കൂട്ടുക എന്നുള്ള. പ്രോട്ടീൻ ഈ പറഞ്ഞ പോലെ എക്സ്പെൻസീവ് ആണ്. നമുക്ക് കുറച്ച് ചീപ്പായിട്ടുള്ള ഓപ്ഷൻ മുട്ടയും പാലുമാണ്. അപ്പം ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ഡയറ്റിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ വളരെ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മിനിമം ഡെയിലി ഒരു മുട്ടയെങ്കിലും എക്സ്ട്രാ ആയിട്ട് തരാൻ പറയണം. പ്രോട്ടീനാണ് നമുക്ക് ഏറ്റവും ഫില്ലിംഗ് ആയിട്ടുള്ള ഫുഡ്. അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഡൈജസ്റ്റ് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കും. അപ്പോൾ നമ്മൾ പകൽ സമയത്തൊക്കെ കൂടുതൽ പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കാതിരുന്നോളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ അതിനുവേണ്ടി ഒരുപാട് സപ്ലിമെന്റേഷനിലോട്ടൊന്നും പോകരുത്. ഈ മൾട്ടിവിറ്റമിൻ ഒക്കെ കുറേ കഴിച്ചാൽ ഗുണമുണ്ടെന്നുള്ളതിന് അങ്ങനെ കൺക്ലൂസീവ് ആയിട്ടൊരു പ്രൂഫൊന്നും ഇതുവരെ ആയിട്ടില്ല. അതിപ്പോഴും ഒരു ഗ്രേ ഏരിയ ആണ്. പക്ഷേ ഗേൾസ് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് മന്ത്ലി ബ്ലഡ് ലോസ് ഉള്ളതാണ്. അതുകൊണ്ട് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഈ കമന്റ് സെക്ഷനിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ക്ഷീണത്തിന്റെ കാര്യം പറയുന്നത് എല്ലാം ഗേൾസ് ആണ്. അപ്പോൾ നിങ്ങളിൽ കൂടുതൽ പേർക്കും അനീമിയ ഒക്കെ ചെറുതായിട്ട് കാണും. അതുകൊണ്ട് നിങ്ങൾ 2 ദിവസം കൂടുമ്പം അയൺ ടാബ്ലറ്റ് കഴിക്കാൻ ശ്രദ്ധിക്കാം. എസ്പെഷ്യലി ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക്. വീട്ടിൽ നിൽക്കുന്നവർക്ക് നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് തന്നെ അത് കിട്ടുമായിരിക്കും. എന്തായാലും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള മറ്റ് കണ്ടീഷൻസ് ആണ് PCOSും ഹൈപ്പോതൈറോയിഡ്സും ഒക്കെ. ഇപ്പം നിങ്ങളിൽ കുറച്ച് പേർക്ക് നിങ്ങളുടെ ക്ഷീണം ഫുഡുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് വിശപ്പേ കുറവായിരിക്കും. അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരേപോലെ ലോ എനർജി ആണെങ്കിൽ ഈ ഹൈപ്പോതൈറോയിഡ്സും PCOSും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഫാറ്റി ലിവർ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രീം ആയിട്ടുള്ള ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒന്ന് പോയി ഡോക്ടറെ കാണുന്നത് നല്ല കാര്യമാണ്. കാരണം ഇതിൻ്റെ എല്ലാം മാനേജ്മെന്റ് തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ച് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പം ആണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സമയമുണ്ട്. അവസാനത്തെ 1 മാസത്തേക്ക് വെക്കണ്ട. അങ്ങനെ ഒരു സംശയമുള്ളവർ ഇപ്പം തന്നെ അത് ക്ലാരിഫൈ ചെയ്യാം. പിന്നെ നിങ്ങൾ ഓറഞ്ച് പോലത്തെ സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ കൂടുതൽ കഴിച്ചാൽ അതിലെ ആ വിറ്റമിൻ സി, അതായത് അസ്കോർബിക് ആസിഡ് നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്ന അല്ലാത്ത ഫുഡിന്റെ ഒക്കെ ഡാമേജ് കൺട്രോൾ ചെയ്യാൻ ഇത് ഒരു പരിധി വരെ സഹായിക്കും. അതേപോലെ നിങ്ങൾക്ക് കഴിക്കാവുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഒമേഗ ഫാറ്റി ആസിഡും വിറ്റമിൻ ഡി. നിങ്ങളുടെ ഹോസ്റ്റലിലൊക്കെ സ്ഥിരം മത്തിയൊക്കെ കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഒമേഗ ഫാറ്റി ആസിഡ് കിട്ടുന്നുണ്ടാവും. പക്ഷെ ജനറലി ഇപ്പോഴത്തെ ജനറേഷന് വിറ്റമിൻ ഡിയിൽ മൊത്തത്തിൽ ഒരു ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പം അതിന്റെ സപ്ലിമെന്റേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് പറ്റുന്നവർ ചെയ്താൽ മതി. നിങ്ങളുടെ എക്സാമിന് അത് വലിയൊരു ഡിഫറൻസ് ഒന്നും ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ഫുഡ് കഴിക്കുന്നതൊക്കെ റെഗുലറായ രീതിയിൽ വേണം. ഓരോ ദിവസവും തോന്നിയ സമയത്ത് തോന്നിയ പോലെ കഴിക്കരുത്. ഇതൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും. അതേപോലെ ടെൻഷൻ കൂടിയിട്ട് മീലൊന്നും സ്കിപ്പ് ചെയ്യരുത്. അതൊക്കെ മണ്ടത്തരമാണ്. നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ആവശ്യം വരുന്നത് നമ്മുടെ ബ്രെയിനാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ബ്രെയിൻ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റ് കിട്ടണം. ഈ കാർബോഹൈഡ്രേറ്റ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഴ്സ് ഹെൽത്തി ആയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ പ്രോസസ്ഡ് ഷുഗർ അല്ലെങ്കിൽ പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ പറ്റുമെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുക. പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോട്ടീൻസ് ഇതെല്ലാം കൂട്ടുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഗേൾസ് പ്രത്യേകിച്ച് അനീമിയയുടെ കാര്യം ശ്രദ്ധിക്കണം. അയൺ ടാബ്ലറ്റ്സ് ഒക്കെ ആവശ്യമുള്ള പോലെ കഴിക്കണം. അതേപോലെ നിങ്ങൾക്ക് അബ്നോർമൽ ആയിട്ടൊരു ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ അത് ചിലപ്പം അനീമിയോ ഫാറ്റി ലിവറോ PCOS അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ അസുഖം കാരണമായിരിക്കാം. അപ്പം അങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കണ്ടിട്ട് ആ ഒരു ഡൗട്ട് അങ്ങ് ക്ലിയർ ചെയ്യണം. ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് അതിൻ്റെ സിംറ്റംസ് ഒക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. കാരണം അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു കോച്ചിങ് സെൻറ്റർ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് സെൻറ്റർ ഏതാണെന്നും കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ആ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന കോച്ചിങ് സെൻറ്ററിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ജസ്റ്റ് മാക്സിമം ഷോർട്ടാക്കി ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനി വരുന്ന പിള്ളേർക്ക് ആ വീഡിയോ ഒരു ഇൻഫർമേഷൻ സോഴ്സ് ആക്കി മാറ്റാൻ വേണ്ടിയാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.